ഇതുപോലെ ഫാൻസി ടൈപ്പ് കമ്മലൊക്കെ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫോം ഷീറ്റും കാർഡ്ബോർഡുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് മാത്രം ആവശ്യമുള്ളൂ. ആ ഫോം ഷീറ്റ് നമുക്ക് വേണ്ടുന്ന അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അളവിൽ കാർഡ്ബോർഡും ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇത് രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ച് കൊടുക്കണം. ഈ ഫോം ഷീറ്റ് നമുക്ക് ഈ ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കത്തില്ലേ അതിൻ്റെയൊക്കെ കൂടെ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യത്തില്ലേ അതിൻ്റെ പേപ്പറാണ് എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ അതേ ഉള്ളായിരുന്നു. ഇതിന് ഇനിയിപ്പോൾ റാപ്പിംഗ് പേപ്പർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ തുണിയില്ലേ കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും നല്ല തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ച് കൊടുത്താൽ നല്ല രസമായിരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല തുണിയൊന്നും എടുത്തുകൊണ്ട് വരുന്നത്. ഇനി കുറച്ച് ഡെക്കറേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ പരിപാടിയുള്ളൂ. ഇനി ഇതിനൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ അകത്ത് കുറച്ച് മാസ്കിൻ്റെ ടേപ്പ് ചുറ്റി കൊടുത്ത് കുറച്ച് കട്ടിയൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും പരിപാടിയുള്ളൂ. ഇനിയിപ്പം നമ്മുടെ കയ്യിലുള്ള ഓരോ കമ്മലും ഇതുപോലെ ഇതിൻ്റെ അകത്തുനിന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും. ഇനിയിപ്പോൾ കമ്മൽ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അധികം അങ്ങനെ കമ്മലൊന്നും യൂസ് ചെയ്യത്തില്ല. ഏതെങ്കിലും ഒരു കമ്മൽ യൂസ് ചെയ്ത് അത് നശിക്കുന്നത് വരെ അത് തന്നെ അങ്ങ് യൂസ് ചെയ്യും. ദാണ്ട് ഈ കാണുന്ന ഈ വെള്ള സ്റ്റോൺ വെച്ച കമ്മലില്ലേ അതാണ് ഞാനിപ്പോൾ കുറേ നാൾ കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതിനി നശിച്ചിട്ട് വേണം പുതിയ ഒരെണ്ണം വാങ്ങിക്കാൻ. നേരത്തെ ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അധികമൊന്നും ഇല്ല. അതുകൊണ്ട് കയ്യിൽ കിട്ടി കുറച്ചൊക്കെ ഞാൻ ഉള്ളിൽ പെറുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.